ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജി ആൻഡ് സ്റ്റാറ്റസ് ആണ്. എന്താണ് അവരുടെ ഫീലിങ്സ്, അവരുടെ ചിന്തകൾ എന്താണ് എന്നൊക്കെയുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജി, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി, എന്താണ് ഫ്ലവറിങ് വന്നിട്ടുണ്ട്. പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. ഇല്യൂഷൻ വന്നിട്ടുണ്ട്. സൈലൻസ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. കാരണം ഫസ്റ്റ് ഫ്ലവറിങ്ങിൻ്റെ എനർജിയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സൈലൻസും, അങ്ങോട്ട് തുടക്കം ഒരു എന്താ പറയുക, നല്ലൊരു ഫ്ലവറിങ് പോലെ വന്നിട്ട് അവസാനം എത്തുമ്പം അത് സൈലൻറ്റിലേക്ക് മാറിയിട്ടുള്ളൊരു എനർജിയിലാണ് കറൻറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഒരു സൈലൻസ് അവസ്ഥയിലാണ്, മിണ്ടാതിരിക്കുകയാണ് റിലേഷൻഷിപ്പിലെ രണ്ടുപേരും എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഓക്കെ, രണ്ടുപേർക്കും റീജോയിൻ ആവാൻ ആഗ്രഹമുണ്ട്, സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത് വെറും ഇല്യൂഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഡ്രീം പോലെ അല്ലെങ്കിൽ ആഗ്രഹം മാത്രമായിട്ടിരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, സൈലൻസ് ആണ്. ഇപ്പം എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്ത് സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കൂടെ നിങ്ങൾ ഫ്ലോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻ ഇപ്പം എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതിൻ്റെ കൂടെ ഫ്ലോ ചെയ്യുകയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിനകത്ത്. ഓക്കെ, പക്ഷേ ഇവിടെ വി ആർ ദ വേൾഡ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. രണ്ടു പേർക്കും പരസ്പരം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് നിങ്ങൾ. അതായത് ഭയങ്കര ഇഷ്ടമാണ് പരസ്പരം, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ ഉള്ളത്. അതേപോലെ നിങ്ങൾക്ക് ആ പേഴ്സണോടും ഇതേ എനർജി തന്നെയാണ്. ഓക്കെ, ഹീലിങ്ങിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹീലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവുമായിരിക്കും. ഇപ്പം ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഓൺ ആൻഡ് ഓഫോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫും ബ്രേക്കപ്പും ആയിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത് റീഓപ്പൺ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റിലേഷൻ വന്നു പോകുന്നുണ്ട്. സോ ഇങ്ങനെ വന്നു പോകുമ്പം ഒരുപാട് കാര്യങ്ങൾ ഹീലാകാതെ നിങ്ങളുടെയും ആ പേഴ്സൻ്റെയും ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഹീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കുറേ നെഗറ്റീവ് വൈബ്രേഷൻസ്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഉള്ളിൽ ഇങ്ങനെ ഇപ്പോഴും കിടപ്പുണ്ട്. എങ്ങനെയൊക്കെ റിയൂണിയൻ സംഭവിച്ചാലും അപ്പം എങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാലും വീണ്ടും ആ പാസ്റ്റിലെ നിങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുക അല്ലെങ്കിൽ അത് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ അടിയുണ്ടാക്കുക, പിന്നെയും ബ്രേക്കപ്പ് പോലെ പോവുക. അതായത് മറക്കാൻ പറ്റുന്നില്ല എന്ത് പാസ്റ്റിലെ വേദനകൾ, അതുപോലെയുള്ള പരസ്പരം തർക്കിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും മറക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഹീലാവാതെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. സോ ഫോർഗീവ്നെസ് വേണം എന്നുള്ളതാണ് പറയുന്നത്. സോ അതൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ എപ്പോഴും ഓൺ ആൻഡ് ഓഫ് ആണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ ആ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ മാറണം. അത് വരുന്നുണ്ടല്ലോ, അപ്പം അത് മാറണം എന്നുണ്ടെങ്കിൽ ഹീലിംഗ് ആവശ്യമാണ്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിക്കും. അതായത് പാസ്റ്റിനെ വിട്ട് കളയുക. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം
നമ്മളെപ്പോഴും പാസ്റ്റിനെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പാസ്റ്റിനെ നമുക്ക് പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞ് വിട്ട് കളയുക. ഇനിയിപ്പോൾ അവരുടെ ഭാഗത്താണ് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുള്ളത്, അത് കാരണമാണ് നിങ്ങൾക്കതിനെ മറക്കാൻ സാധിക്കാത്തത് എന്നുണ്ടെങ്കിൽ ഫോർഗീവ് ചെയ്യുക, മാപ്പ് കൊടുക്കുക. കാരണം അവർ വീണ്ടും ഇനി ഞാനങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഒരു ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല. ബട്ട് നിങ്ങളെ ഒരിക്കലും പഴയതുപോലെ കരയുന്ന വിധത്തിലാക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കൊടുത്തൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടായിരിക്കണം സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? 2 ഓഫ് സോർട്സിന് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു മൾട്ടിപ്പിൾ പ്രിയോറിറ്റി, നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. സോ നിങ്ങളുടെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ ഈ പേഴ്സണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇപ്പോഴത്തെ. മേ ബി അതായിരിക്കാം അവർ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരു ചോയ്സ് എടുക്കാൻ ഈ പേഴ്സണ് പറ്റുന്നില്ല. ഡിസിഷൻ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും അവർക്ക് വാല്യുബിൾ ആണ്, നിങ്ങൾ എന്ന് പറയുന്നതും വാല്യുബിൾ ആണ്. സോ രണ്ടിലേക്കും ഒരു തീരുമാനം അവരെടുത്തിട്ടില്ല. അതായത് രണ്ടും അവർ വേണ്ടാന്ന് വെച്ചിട്ടില്ല, രണ്ടും അവരുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇത് ഹൈഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അതൊരു ചീറ്റിംഗ് തന്നെയാണ്. നിങ്ങളടുത്ത് ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് നിങ്ങളടുത്ത് തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പം ഈ ഒരു കാരണം കൊണ്ടാണ് ഇവരുടെ സൈലൻസ് എന്ന് പറയുന്നത്. ഇവർ മിണ്ടാതിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, ഈ ഒരു മൾട്ടിപ്പിൾ പ്രിയോറിറ്റിയാണ്. അത് നിങ്ങളടുത്ത് തുറന്ന് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ ഒരുപാട് ഈ പേഴ്സണ് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ഈ പേഴ്സണ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ ഇവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ലൈഫിനകത്ത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവർക്ക് ഒരു റിസൾട്ട് കിട്ടാതെ നിൽക്കുകയാണ്. ഇവൺ ഈ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അവരുടെ ലൈഫിലെ കാര്യങ്ങളിലായിക്കോട്ടെ ഒരുപാട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് അവർ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല. പണം മുടക്കുന്നതായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഇതിൽ ഒന്നിലും അവർക്ക് വർക്കൗട്ട് ആവുന്നില്ല. ഓക്കെ, അതിൽ ഭയങ്കരമായിട്ടും നിരാശപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഓക്കെ, ഭയങ്കര മിസ്സിങ് എനർജി ഉണ്ട്. നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നതും ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നതും അവർക്ക് ഈക്വൽ ആണ്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് വേദനാജനകമാണ്. ഓക്കെ, അതായത് കറക്റ്റായിട്ടൊരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ അവർക്കതും ഒരു വേദന പോലെയാണ് എന്നുള്ള രീതിയിലാണ്. ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ് നിങ്ങളുടെ പേഴ്സണ് മെയിനായിട്ടും. അത് തന്നെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞതും. നിങ്ങളുടെ വ്യക്തിക്ക് മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ നല്ല രീതിക്ക് തന്നെയുണ്ട്. ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒരു ന്യൂ ബിഗിനിങ് ലൈഫിൽ വേണമെന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. പക്ഷെ അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ആ സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നില്ല. ന്യൂ ഐഡിയാസുകൾ വരുന്നുണ്ട്, കുറേ ഐഡിയാസുകൾ അവർക്ക് വരുന്നുണ്ട്, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റിനെ അത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഹെൽപ്പ് ആവുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു ആക്ഷൻ ഈ പേഴ്സൺ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ചെറിയൊരു ഈഗോ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇമോഷൻസ് ഈ പേഴ്സൺ ഉണ്ട്. ഇമോഷണലി ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ട് നിങ്ങളുമായിട്ട്. ഓക്കെ, ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല സംടൈംസ്. പക്ഷെങ്കിൽ എങ്കിൽ പോലും അവരെ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അവരെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ടും നിങ്ങളായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ വരുന്നൊരു മെയിൻ പ്രശ്നം അധികാരമായിട്ടാണ് കാണുന്നത്. അതായത് ഒരാൾ ഭയങ്കരമായിട്ടും അധികാരം കാണിക്കുക, പോസസീവ്നെസ് കൊണ്ടായിരിക്കാം, സ്നേഹത്തിനോടുള്ള പോസസീവ്നെസ് കൊണ്ടായിരിക്കാം നിങ്ങൾ അധികാരം കാണിക്കുന്നത്. ഒരാൾ പറയുന്നത് പോലെ തന്നെ നടക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ അത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നമ്മൾ തുടക്കം പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പിൽ വളരെ ഹാപ്പിയായി ഒരു ഭംഗിയുള്ള പൂ വിടർന്നു നിൽക്കുന്നത് പോലെയുള്ള ഒരു ബന്ധം അങ്ങനെയായിരുന്നു. പക്ഷേ പോകെ പോകെ അത് സൈലൻസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ കൺട്രോളിങ് കാണുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഭയങ്കരമായിട്ടും കൺട്രോൾ, ഇവൻ നിങ്ങളുടെ എനർജി ആയിരിക്കാം അത്
അവരെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇപ്പോൾ ഇവിടെ പോകരുത് അവിടെ പോകരുത്, അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോകണം, എന്തിനും പറഞ്ഞിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഷെയർ ചെയ്യണം. അതായത് ഒരു കൂടുതലായിട്ടും ആ സ്നേഹത്തിൻ്റെ പേരിൽ അങ്ങോട്ട് കാണിക്കുന്ന പൊസസീവ്നെസ് അത് ഇവിടെ ബാധിച്ചിട്ടുണ്ട് ഈ പേഴ്സണെ. അപ്പം അതുകൊണ്ട് തന്നെ അവർ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പേജ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ആൻഡ് 5 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് തരണം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ ഇൻഫോം ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞു, ഇവർക്ക് ഐഡിയാസുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇവർ മാറി നിന്നുകൊണ്ട് നിങ്ങളെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വാട്സപ്പ് DP ആയിരിക്കാം, സ്റ്റാറ്റസുകളായിരിക്കാം, അതുപോലെ തന്നെ സ്റ്റോറി ആയിരിക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ നിങ്ങളെ ഇങ്ങനെ ബേക്കിൽ നിന്ന് സ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. മേ ബി മറ്റുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ടായിരിക്കാം നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ലൈഫിൽ ഒരു ഫ്രീ സ്പിരിറ്റ് ആകണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എങ്കിൽ മാത്രമേ ഇവർക്ക് പ്രോപ്പറായിട്ട് ഇഷ്ടത്തിനനുസരിച്ച് നടക്കാൻ അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കണ്ടു. സോ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത്രത്തോളം അവർ വില കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ അതായിരിക്കാം അവർക്കൊരു ഫ്രീഡം കിട്ടാത്തത്, അല്ലെങ്കിൽ അവിടെ നിന്നൊരു ഫ്രീഡം കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഈ ഒരു ഫ്രീ ആയി കഴിഞ്ഞാലേ അവർക്ക് പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അതുപോലെ ഇൻഫോം ചെയ്യാം. ഈ ഹൈഡ് ചെയ്യുന്ന കാര്യം നിങ്ങളെ ഇൻഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്നത് പോലെയാണ് ഈ പേഴ്സൺ ഇപ്പം നിൽക്കുന്നത്. എന്ത് നടക്കും മുന്നോട്ട് എന്നുള്ളത് ഇവർക്ക് പോലും അറിയില്ല. അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് നേരിടുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. സോ ഫിനാൻഷ്യൽ ഇഷ്യൂസ് നല്ല രീതിക്ക് നിങ്ങളുടെ പേഴ്സൺ നേരിടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൻ്റെ ഒരു വിചാരം അല്ലെങ്കിൽ ഈ പേഴ്സൺ ധരിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പോവുകയാണ്. ഇവരുടെ ഈ ഒരു സ്വഭാവം കാരണം അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഈ ഒരു തോൽവി കാരണം നിങ്ങളും കൈവിട്ടു പോവുകയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഈ പേഴ്സണ് വരുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം നിങ്ങളെ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പം ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, തോറ്റ ഫീലാണ് ഇവർക്ക് എപ്പോഴും, ഒരു സക്സസ് കിട്ടാത്തതുപോലെ. ഓക്കെ, കറൻ്റ്ലി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുമ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളായിരിക്കാം. ആ ഒരു സമയത്ത് ഫിനാൻഷ്യലി ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടുണ്ടാവില്ലായിരിക്കാം. ഉള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. ഇനി വല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹീലിംഗ് കൊടുക്കുന്ന ആളായിരിക്കാം. സോ അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നത് കൊണ്ടായിരിക്കാം ഇപ്പം അവരുടെ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പം അവർക്ക് എന്ത് തോന്നുന്നത്, നിങ്ങളെ മിസ് ചെയ്യുന്നതും അതുപോലെ നിങ്ങളുടെ പ്രസൻസ് ഇവർ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം. 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നത്. ഇത് മൾട്ടിപ്പിൾ പ്രിയോറിറ്റി, നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഉണ്ട് എന്നുള്ളതാണ്. മെയിൻലി ഇവർ അനുഭവിക്കുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ് ആൻഡ് അതുപോലെ കൺട്രോളിങ് ഉണ്ട് അവരുടെ ലൈഫിൽ. സോ ഇത് അവർക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്. ഓക്കെ, താനൊരു മൾട്ടിപ്പിൾ പ്രിയോറിറ്റി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കുടുങ്ങി നിൽക്കുകയാണ്, ഒരു നെഗറ്റീവ് വൈബ്രേഷനിലാണ് ഉള്ളത്, അവിടെ തനിക്ക് ജഗ്ലിംഗ് ആണ്, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പറയാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. 5 ഓഫ് കപ്സിൻ്റെ എനർജി ഒറ്റപ്പെട്ട ഫീല്, പലതിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി, നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കുകയാണ്. പക്ഷെ അവർക്ക് ഒറ്റപ്പെട്ട ഫീല് ഭയങ്കരമായിട്ടും ഉണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. സോ സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അവർ മനസ്സിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ മാപ്പ് ചോദിക്കുന്നുണ്ട് നിങ്ങളടുത്ത്. സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ്, നേരത്തെ പറഞ്ഞതുപോലെ സൈലൻ്റായി സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ് ഈ പേഴ്സൺ. പക്ഷെ അങ്ങനെ മാറി നിൽക്കുമ്പോഴും മനസ്സിൽ അവർ നിങ്ങളടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവസാനമായിട്ട് കിട്ടിയത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കണക്ഷൻ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് നേരത്തെ തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഈ പേഴ്സണുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ പിരിഞ്ഞു പോകാൻ പറ്റാതെ പിന്നെയും എത്ര മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് നിങ്ങളടുത്ത് ഹൃദയം തുറന്ന് കാണിക്കണം, ആ കണക്ഷൻ പ്രപ്പോസ് ചെയ്യണം, എഗെയിൻ പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ,
അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. അവരുടെ സ്നേഹം നിങ്ങളെ അറിയിക്കണം, എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്കിവിടെ വന്നിട്ടുള്ള സോഡിയക് സൈനുകൾ നോക്കാം. കാപ്രിക്കോൺ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, അതുപോലെ ടോറസ് ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ലിബ്ര, ടോറസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. (46, 49, 23, 40, 60, letter J, number 1, 22, letter I, 30, 48, letter F വന്നിട്ടുണ്ട്, 56 and 33, letter S, 18 and 8, 21, 18 again, letter T, 29, letter E, 22, 26, letter M, 16 and 6. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇത്രയേ ഉള്ളൂ. ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടു. ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ, നിങ്ങളെ സ്പൈ ചെയ്യുന്നതും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. ആൻഡ് അതുപോലെ ഈ റീഡിംഗ് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.